ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പേരുകാരി വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോഴേ എന്നും രാവിലെ ഉള്ള വിശേഷങ്ങളല്ലേ കാണിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ ഉച്ച വരെയുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അത് കണക്ക് തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ആക്കി വെക്കാൻ മറന്നുപോലെ. അത് കണക്ക് തന്നെ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. രാവിലെ തന്നെ എന്നും അഞ്ചരയ്ക്ക് എണീക്കണമെന്നൊക്കെ വിചാരിക്കും. ഇന്നാണെങ്കിൽ 6 മണിയായിപ്പോയി എണീറ്റപ്പം കേട്ടോ. അപ്പോഴും പെട്ടെന്നുള്ളൊരു പണിയാണ്. രാവിലെ തന്നെ അരിയൊക്കെ അടുപ്പത്തിട്ടുണ്ട്. പിന്നെ പിള്ളേർക്ക് സ്കൂളിൽ പോകണ്ട കേട്ടോ. അത് കാരണമാണ് ആ ചേട്ടന് 9 മണിയാകുമ്പോഴത്തേക്ക് പോയാൽ മതി. അപ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് മടി പിടിച്ച് കിടന്നു പോയത് കേട്ടോ. പിന്നെ ആണെങ്കിൽ മീനൊക്കെ എടുത്ത് ഐസ് മാറാനായിട്ട് വെക്കുവാണ്. ഒഴുകണ്ണനും അയിലയാണ് നമുക്ക് കിട്ടിയതെന്ന്. അതൊന്ന് ഐസ് മാറാനായിട്ട് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇത് ഐസ് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യാനുണ്ട് കേട്ടോ. എന്നും ആണെങ്കിൽ ഞാനാണെങ്കിൽ രാത്രിയിലാണ് മലക്കറിയെല്ലാം അരിഞ്ഞൊക്കെ വെക്കുന്നത്. ഇന്നലെ ആണെങ്കിൽ ഭയങ്കര മടിയായിരുന്നു കേട്ടോ മലക്കറിയൊക്കെ അരിഞ്ഞ് വെക്കാൻ. അത് കാരണം മലക്കറി ഒന്നും അരിഞ്ഞു വെച്ചിട്ടില്ല. ഇന്നാണെങ്കിൽ അത് കാരണം മലക്കറിയും അരിയണം. താമസിച്ചോ എണീറ്റത് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് ഉപ്പിട്ട വെള്ളത്തിനകത്തോട്ട് ഇട്ട് വെക്കുവാണ്. ഇന്ന് അച്ചിങ്ങ മെഴുക്കുവരട്ടിയും സാമ്പാറുമാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ആ അച്ചിങ്ങയെല്ലാം നമുക്കൊന്ന്, അച്ചിങ്ങ എന്ന് പറഞ്ഞാൽ നീളൻ വള്ളിപ്പയറുണ്ടല്ലേ, അതാണ്. അതെല്ലാം ഒന്ന് വെള്ളത്തിനകത്ത്, ഉപ്പ് വെള്ളത്തിനകത്ത് ഇച്ചിരി ഒരു 10 മിനിറ്റ് നേരം ഒന്ന് നമുക്ക് അതൊന്ന് അതിനകത്ത് വിഷാംശമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയാണ് ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അത് നമുക്ക് കഴുകി വൃത്തിയാക്കി എടുത്ത് നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ. പിന്നെ ആണെങ്കിൽ സാമ്പാറാണ് വെക്കുന്നത്. ഇന്ന് വെണ്ടയ്ക്ക ഇല്ലാത്തൊരു സാമ്പാർ കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ വെണ്ടയ്ക്ക ഇല്ല എൻ്റെ കയ്യിൽ. അത് കാരണമാണ് ഞാൻ വെണ്ടയ്ക്ക ഇടാത്തത്. അപ്പോൾ അതെല്ലാം ആ മലക്കറിയും കൂടെ ഒന്ന് അരിഞ്ഞൊക്കെ എടുക്കുകയാണ്. പിന്നെ വേസ്റ്റെല്ലാം ഞാൻ വേസ്റ്റ് ഇടാനൊരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്, അതിനകത്തോട്ട് കൊണ്ടിട്ട് ചെയ്ത് കേട്ടോ. ഇനിയാണെങ്കിൽ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം ഒന്ന് വേറെ പാത്രത്തിനകത്തോട്ട് ആക്കുക കേട്ടോ. അപ്പോൾ മറ്റേതിനകത്ത് വെള്ളം ഇങ്ങനെ തിളുമ്പി നിൽക്കുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം അവിടെ എല്ലാം ചരിഞ്ഞ് വീഴുമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇതിനകത്തോട്ട് മാറ്റിയത് കേട്ടോ. പിന്നെ വെജിറ്റബിൾ മേടിച്ച് വെക്കുന്ന ആ ട്രേയും അങ്ങ് കഴുകി വെച്ച്. ഇതാകുമ്പോഴേ നമ്മുടെ ഫ്രിഡ്ജിനകത്ത് ആ പെട്ടി ഉണ്ടല്ലേ, ഫ്രിഡ്ജിനൊരു പെട്ടിയില്ലേ, അതിൻ്റെ മുകളിൽ കുറച്ച് സ്പേസ് ആണല്ലേ, ആ സ്ഥലത്ത് നമുക്ക് ഈ കഷ്ണങ്ങളായിട്ട് കിട്ടുന്ന വെജിറ്റബിൾസ് ഉണ്ടല്ലേ, മത്തൻ, പിന്നെ പടവലങ്ങ, അങ്ങനെ നമ്മൾ വെട്ടുമലക്കറി മേടിക്കുമ്പോൾ കിട്ടത്തില്ലേ, അപ്പോൾ അതെല്ലാം കൂടെ ഈ ട്രേക്കകത്താക്കിയാണ് ഞാൻ വെക്കുന്നത്. അപ്പോഴത് അത്രയും സ്പേസ് നമുക്ക് വേസ്റ്റായി പോത്തുമില്ല. അതിനകത്ത് വലിയ പാത്രങ്ങളൊന്നും നമുക്ക് വെക്കാൻ പറ്റത്തില്ലല്ലേ. അപ്പോൾ അങ്ങനെയുള്ള വെജിറ്റബിൾസും എല്ലാം ഞാൻ പിന്നെ കുറച്ച് കവറിനകത്തൊക്കെ ആക്കി, അമരയ്ക്ക, വെണ്ടയ്ക്ക അങ്ങനെയൊക്കെ കവറിനകത്താക്കി വെക്കും. അത് ഒത്തിരി, അപ്പോൾ നമുക്ക് ഒരു 2-3 ആഴ്ചത്തേക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ വെച്ചിരുന്നാൽ നമുക്ക് ചീത്തയായി പോകത്തില്ല. ഇനിയാണെങ്കിലേ സാമ്പാറിനുള്ള പരിപ്പ് വേവിക്കാനുള്ള വെള്ളം അങ്ങ് ചൂടാക്കാൻ വെക്കും കേട്ടോ. ഞാനാണെങ്കിലേ അത് വിസിൽ ചെയ്യിപ്പിക്കുന്നില്ല. ഞാൻ പരിപ്പ് വേവിക്കാൻ വെള്ളം വെച്ചിട്ട് പരിപ്പ് കഴുകിയിട്ടിട്ട് അത് അങ്ങനെ അടയ്ക്കാതെ തന്നെ അങ്ങ് വേവിക്കും കേട്ടോ. ഇത് ഞാനാണെങ്കിലേ യൂട്യൂബിൽ കണ്ടതാണ് കേട്ടോ. ഒരു ചാനലിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അതിനകത്ത് കണ്ടതാണ്. അത് ആ കുട്ടിയാണെങ്കിൽ ഇങ്ങനെ പരിപ്പ് ഇങ്ങനെ സാമ്പാറിനൊക്കെ കഷ്ണങ്ങൾ അരിയുന്നതിനൊക്കെ മുമ്പേ പരിപ്പ് ഇങ്ങനെ വെള്ളം ചൂടാക്കി അതിനകത്തിട്ട് തിളപ്പിക്കാൻ അങ്ങ് വെക്കും. എന്നിട്ട് പിന്നെ കഷ്ണങ്ങൾ ഇടുമ്പം ഇട്ടിട്ട് കുക്കർ അടയ്ക്കത്തുള്ളൂ. അപ്പോൾ അത് രണ്ടും കൂടെ ഒന്നിച്ച് 2 വിസിൽ കേൾക്കുമ്പോൾ അങ്ങ് വെന്ത് കിട്ടും കേട്ടോ. അപ്പം ഞാനും അതൊക്കെ ഒരു വട്ടം ഒന്ന് പരീക്ഷിച്ച് നോക്കിയപ്പം കുഴപ്പമില്ല, പരിപ്പെല്ലാം വെന്ത് കിട്ടുന്നുണ്ട്, പാടില്ല. അപ്പം ഞാനാണെങ്കിൽ എന്ത് ചെയ്ത് ആ വെള്ളം ചൂടാവുന്നതിന് വെച്ചിട്ട് പരിപ്പൊക്കെ കഴുകിയും വെച്ച്. ഞാനെങ്കിലേ ഈ അച്ചിങ്ങ അപ്പോഴത്തേക്ക് അങ്ങ് കഴുകി വൃത്തിയാക്കി അങ്ങ് മാറ്റി വെച്ചാലേ നമുക്ക് സാമ്പാറിന് അരിഞ്ഞതിന് ശേഷം അങ്ങ് ഇതും കൂടെ അങ്ങ് അരിഞ്ഞെടുക്കാമല്ലേ. പെട്ടെന്ന് ജോലികൾ തീരണം. കാര്യം എന്ന് വെച്ചാൽ ഇന്ന് താമസിച്ചാണ് എണീറ്റത് കേട്ടോ. അപ്പോഴും ഞാനാണെങ്കിൽ അച്ചിങ്ങയെല്ലാം അങ്ങ് കഴുകി വൃത്തിയാക്കി വെക്കുവാണേ. അപ്പോഴത്തേക്ക് വെള്ളം ചൂടായിട്ടുണ്ടേ. ഇനി ഞാനാണെങ്കിൽ സാമ്പാർ പരിപ്പ് അങ്ങ് ഇട്ട് കൊടുക്കാമേ. നിങ്ങളും ഇങ്ങനൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ, പാടില്ല കേട്ടോ. പിന്നെ നമ്മൾ പരിപ്പ് കുക്കറിൽ വിസിൽ ഏൽപ്പിച്ച് വേവിക്കുകയാണെങ്കിലേ പിന്നെ അത് വിസിൽ പോകുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണ്ടേ. പിന്നെ മലക്കറി അരിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇതാകുമ്പോൾ നമുക്ക് ഒന്നിച്ചങ്ങോട്ട് ഇട്ടങ്ങ് അടച്ച് വെക്കാം. അപ്പം പെട്ടെന്ന് അങ്ങ് ആവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ. കൊള്ളാം അത് കേട്ടോ, പെട്ടെന്ന് വേവുന്നുണ്ട്. നമ്മുടെ സാമ്പാർ കഷ്ണങ്ങളും പരിപ്പും ഒക്കെ കൃത്യമായിട്ട് വെന്ത് കിട്ടുന്നുണ്ട് കേട്ടോ. സാധാരണ ഞാനാണെങ്കിൽ എണ്ണയിൽ വാട്ടിയാണ് ഈ തക്കാളി വെണ്ടയ്ക്കയൊക്കെ ഇടുന്നത്. അപ്പം വെണ്ടയ്ക്ക ഇല്ലാത്തതുകൊണ്ട് തക്കാളിയും കൂടി ഇതിനകത്തിട്ട് അങ്ങ് വേവിക്കാമെന്ന് വെച്ച്. ഇനി പ്രത്യേകം തക്കാളി മാത്രം ഇട്ട് വാട്ടണ്ടല്ലേ, അത് കാരണം അതും കൂടെ അങ്ങ് അതിനകത്ത് അങ്ങ് ചേർത്ത് കേട്ടോ.
പിന്നെ ഇത് ഈ മത്തൻ മാത്രമേ ഉള്ളൂ ഇച്ചിരി വലിയ കഷ്ണം കേട്ടോ. ബാക്കിയെല്ലാം ഇന്നിപ്പം 26 എങ്ങാണ്ടായിട്ടുണ്ട് ഡേറ്റ് അല്ലേ. അപ്പോഴത്തേക്ക് വെജിറ്റബിളൊക്കെ ഒരുവിധം തീർന്നിട്ടുണ്ട് എൻ്റെ കയ്യിൽ. ഇനിയിപ്പം ശമ്പളം കിട്ടിക്കഴിയുമ്പോഴാണ് ഒരു കിറ്റായിട്ടാണ് മേടിക്കുന്നത്, 200 രൂപയുടെ ഒരു കിറ്റായിട്ട്. ദാ എന്ത് ഭംഗിയല്ലേ, നല്ല ഭംഗിയുണ്ട് ഇത് അരിഞ്ഞിട്ടേക്കുന്നത് അല്ലേ. ഓറഞ്ച് കളറ്, ചുമപ്പ് കളറ്, വെള്ള കളറ് എല്ലാം കൂടെ അടിപൊളിയായിട്ടുണ്ടല്ലേ. അപ്പം ഇനി നമുക്കങ്ങ് സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം അങ്ങ് പെട്ടെന്ന് അരിഞ്ഞെടുക്കാം. സാമ്പാർ വെച്ചാൽ രണ്ടുണ്ട് ഗുണം. ഒന്ന് ഇഡലിക്കും, ഇന്ന് ഞാൻ ദോശയാണ്, ഇഡലിയല്ല കേട്ടോ. ഇഡലിക്കും എടുക്കാം, അതേ കണക്ക് തന്നെ ഉച്ചക്കലത്തേക്ക് ചോറിനും എടുക്കാം. അപ്പം ഞാൻ ഈ സാമ്പാർ വെക്കുന്ന ദിവസം ഉണ്ടല്ലേ, ഞാൻ ഒഴിച്ചേറി ഒന്നും വെക്കത്തില്ല. പകരം ഈ സാമ്പാർ തന്നെ ഉച്ചക്കലത്തേക്ക് കൊണ്ടെടുക്കും കേട്ടോ. അപ്പോൾ ഇച്ചിരി ജോലി കുറവുണ്ട്. അതൊക്കെ കാരണം ഇച്ചിരി ലേറ്റായത് കേട്ടോ. അപ്പം ഇന്ന് സാമ്പാറല്ലേ, ഇച്ചിരി നേരം കൂടെ കിടന്നാലും കുഴപ്പമില്ല എന്നൊക്കെ വിചാരിച്ചാണ് ഇച്ചിരി കൂടെ മടി പിടിച്ച് കിടന്നുറങ്ങിയത് കേട്ടോ. അന്നേരം ഇനിയിപ്പോൾ നമുക്ക് സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം അങ്ങ് അരിഞ്ഞെടുത്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. ഞാനാണെങ്കിലേ ഇച്ചിരി അധികം പച്ചമുളക് ഇടുവേ, മുളക് പൊടി കുറച്ചേ ഞാൻ സാമ്പാറിന് ഇടത്തുള്ളൂ, മല്ലിപ്പൊടിയാണേ കൂടുതലിടുന്നത്. അപ്പം നിങ്ങളും അങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ് സാമ്പാർ. മുളക് പൊടി കുറച്ചിട്ടിട്ട് മല്ലിപ്പൊടി കൂടുതലിട്ട് എരിവിന് നമ്മൾക്ക് പച്ചമുളക് ഇടാം. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റിയായ സാമ്പാർ കിട്ടും കേട്ടോ. ഈ പച്ചമുളകും തക്കാളിയൊക്കെ ഇനി മീൻകറിക്കകത്തേക്കുള്ളതാണ് കേട്ടോ, തോരനകത്ത് മീൻകറിക്കകത്തൊക്കെ ഇടാനുള്ളതാണ്. അതും കൂടെ ഞാനെങ്കിൽ ഇതിൻ്റെ കൂടെ ഉപ്പുവെള്ളത്തിയിട്ട് കഴുകിയെടുത്തതാണേ. പിന്നെ നമ്മൾ പച്ചക്കായും വഴുതനങ്ങായും സാമ്പാറിൽ ചേർക്കുമ്പം നമ്മൾ വെള്ളത്തിനകത്ത് കണ്ടിച്ചിടണം കേട്ടോ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് കറുത്തും പോവും, അതിനകത്തൊരു കറയും ഉണ്ട് കേട്ടോ. അത് പ്രത്യേകം ഇട്ടൊന്ന് ഞെവിടി കഴുകി എടുത്തില്ലെങ്കിൽ നമ്മുടെ സാമ്പാർ അങ്ങ് കറുത്തു പോവും കേട്ടോ. അതേ കണക്ക് തന്നെ ഈ വഴുതനങ്ങ നമ്മൾ കണ്ടിച്ച് അങ്ങനെ തന്നെ അങ്ങ് ഇടുവാണെങ്കിൽ അത് ഇങ്ങനെ കറുത്ത് കിടക്കും, സാമ്പാറിന് ഒരു കളർ വ്യത്യാസം വരും കേട്ടോ. അപ്പോഴും നമ്മൾ ഇത് പ്രത്യേകം ഒന്ന് കഴുകിയെടുത്താൽ മതി. അപ്പം അതിന് ആ കറയുടെ ചെവയും കാണത്തില്ല, സാമ്പാർ കറുത്തും പോകത്തില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ പരിപ്പൊക്കെ ഒരുവിധം പകുതിയോളം വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സാമ്പാറിൻ്റെ കഷ്ണങ്ങളൂടെ ചേർത്ത് ഉപ്പും ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് കുക്കർ അടച്ച് 2 വിസിൽ കേൾക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ വെജിറ്റബിളും വേവും പിന്നെ പരിപ്പും വേവും കേട്ടോ. ഇതൊരു ഈസി മെത്തേഡാണ് കേട്ടോ, രണ്ടും ഒന്നിച്ചങ്ങ് ആക്കിയെടുക്കാൻ പറ്റും നമുക്ക്. ഇനിയാണെങ്കിൽ നമുക്ക് ഈ അച്ചിങ്ങ ഒന്ന് അരിഞ്ഞെടുക്കാം. അതിനാണെങ്കിൽ എൻ്റെ കയ്യിൽ കട്ടിംഗ് ബോർഡില്ല കേട്ടോ, അത് കാരണമാണ് ഞാൻ കൈവച്ചരിയുന്നത്. എനിക്ക് അല്ലെങ്കിലും കട്ടിംഗ് ബോർഡിനേക്കാൾ പെട്ടെന്ന് അരിയാൻ പറ്റുന്നതും ഈ ഈ പിന്നെ കൈവച്ചരിയുന്നത് കേട്ടോ, അതാണ് ശീലം, അത് കാരണമാണേ. ഇനിയൊരു കട്ടിംഗ് ബോർഡൊക്കെ മേടിക്കണമെന്നുണ്ട്. ഇനി പിന്നെ ഒരു വട്ടം കടയിലൊക്കെ പോകുമ്പോൾ ഒന്ന് മേടിക്കണം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പിച്ചാത്തി ചിക്കൻ വെട്ടാനൊന്നും അല്ല കേട്ടോ, ഉള്ളി അരിഞ്ഞപ്പോൾ അതിനൊന്ന് മൂർച്ച കുറവ് പോലെ. എനിക്കാണെങ്കിൽ നല്ല മൂർച്ചയുള്ള പിച്ചാത്തി വേണം, മലക്കറിയൊക്കെ പെട്ടെന്ന് അരിഞ്ഞിടണം. നമ്മൾ തോരനൊക്കെ അരിയുമ്പോഴേ കുഞ്ഞതായിട്ടല്ലേ സവാളയൊക്കെ ചീവി അല്ലേ അരിഞ്ഞിടുന്നത്, അപ്പോൾ അത് അരിയാൻ പാട്. അത് കാരണമാണേ ഞാൻ പിച്ചാത്തിയൊക്കെ രാവി മൂർച്ചയൊക്കെ നോക്കുന്നുണ്ട്, ഏതാണ്ട് ചിക്കൻ അങ്ങാണ്ട് വെട്ടാൻ പോകുന്നതാണ് കേട്ടോ. വേണ്ട, നല്ല സൂപ്പറായിട്ട് മുറിയുന്നുണ്ട് ഇപ്പം കേട്ടോ, നല്ല വൃത്തിയായിട്ട് നമുക്കതുകൊണ്ട് പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ പറ്റും. കയ്യൊറ ഇടുന്നതുകൊണ്ട് നമുക്ക് കൈ മുറിയത്തില്ല. പിന്നെ 2 പച്ചമുളകും ഒക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇതാണ്ട നമ്മുടെ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ടേ. അപ്പോഴത്തേക്ക് ചേട്ടൻ എണീറ്റ് വന്നിട്ടുണ്ട്, കുടിക്കാനുള്ള വെള്ളം വെക്കുകയാണേ. അത് കൊടുത്ത് ഇനിയിപ്പോൾ നമുക്ക് അച്ചിങ്ങ മെഴുക്ക് വരട്ടാം. അച്ചിങ്ങ മെഴുകുവരട്ടുന്നതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, അതിനിപ്പോൾ പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലേ. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അച്ചിങ്ങയും ഉള്ളിയും കൂടെ പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് അടച്ചു വെച്ച് വേവിക്കുക, ചെറിയ തീയിട്ട് വേവിക്കണേ. അപ്പോഴത്തേക്ക് നമ്മുടെ ഇന്നലെ കഴുകി വെച്ച പാത്രങ്ങളെല്ലാം കൊട്ട ഒഴിഞ്ഞാൽ ഇനിയിപ്പം പാത്രങ്ങൾ അന്നേരം ഞാനങ്ങ് കഴുകും കേട്ടോ. അപ്പോഴത് അത് ഒഴിഞ്ഞു വെച്ചാലല്ല നമുക്ക് ഇനി അടുത്തത് വെക്കാൻ പറ്റത്തുള്ളൂ. പിന്നാണെങ്കിൽ ഇതാണ്ട തേങ്ങയൊക്കെ പൊട്ടിക്കുകയാണേ. നിങ്ങൾ തേങ്ങ വെള്ളം കുടിക്കാറുണ്ടോ? ഞങ്ങളെ വീട്ടിൽ എന്നും തേങ്ങ വെള്ളം കുടിക്കുന്നത് ഞാനാണ് കേട്ടോ. പിന്നെ മൂത്ത ആളുണ്ടെങ്കിൽ മാത്രം അയാൾ ചോദിക്കും, അമ്മ എനിക്ക് വേണമെന്ന് പറയും, അന്നേരം കൊടുക്കും കേട്ടോ. ഇപ്പം അവരൊന്നും എണീറ്റിട്ടില്ല, അത് കാരണം ഞാൻ തന്നെ അങ്ങ് കുടിക്കുക കേട്ടോ. അമ്മ പറയുമായിരുന്നേ തവള പെടുക്കാത്ത വെള്ളമാണെന്നേ, അത് കാരണം ഞാനങ്ങ് കുടിക്കും കേട്ടോ. അതിനകത്ത് അല്ലെങ്കിലും ഒരുപാട് വൈറ്റമിൻസൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഈ തേങ്ങാ വെള്ളത്തിൽ. എന്തൊക്കെ വൈറ്റമിൻസ് ആണെന്നൊന്നും എനിക്ക് ചോദിക്കരുത്, എനിക്കൊന്നും അറിഞ്ഞൂടാ കേട്ടോ. പിന്നെ ഞാനാണെങ്കിൽ ഐസ് ട്രേ ഒക്കെ കഴുകി വെക്കുവാണ്. ഞാനാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഇപ്പോൾ ട്രെൻഡായിട്ടുകൊണ്ടിരിക്കുന്ന ഒരു എന്തരമുണ്ടല്ലേ ഒരു ജ്യൂസ്, അതുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ചേർന്നത്.
അത് ഐസ് ട്രേ ആക്കി വെച്ചതായിരുന്നു കേട്ടോ. പിന്നെ നമുക്കാണെങ്കിൽ മീൻ വറുക്കാനുള്ളതിനകത്ത് അങ്ങ് അരപ്പ് ചേർത്ത് ഒന്ന് അരപ്പെല്ലാം തേച്ച് പിടിപ്പിച്ച് വെക്കാം കേട്ടോ. അപ്പോഴും നമുക്ക് ബാക്കി കറികളൊക്കെ വേവുമ്പോഴത്തേക്ക് മീൻ കറിയൊക്കെ വേവുമ്പോഴത്തേക്കേ അവസാനം ഞാൻ മീൻ വറുത്ത് വെക്കുന്നത് അതപ്പോഴത്തേക്ക് അതങ്ങ് അരപ്പൊക്കെ പിടിക്കും. ഇനിയാണെങ്കിൽ നമ്മൾ നേരത്തെ അച്ചിങ്ങ മെഴുക്കുരട്ടാൻ വെച്ചില്ലേ, അതിനകത്തോട്ട് ഞാൻ ഇച്ചിരി വറ്റൽ മുളക് ചതച്ചതുണ്ടല്ലേ, ചില്ലി ഫ്ലേക്സ്, അത് ചേർത്തതാണ്. അതും കൂടെ ചേർത്ത് വേറെ ഞാൻ മഞ്ഞപ്പൊടിയൊന്നും ചേർക്കത്തില്ല കേട്ടോ, അത് മാത്രമേ ചേർക്കത്തുള്ളൂ. ഇനി നമുക്ക് അയിലയാണേ മീൻ. അപ്പോൾ അതിനേക്ക് ഇനി തേങ്ങ അരച്ചങ്ങ് കറി വെക്കാമെന്ന് വെച്ചാൽ, കാര്യം എന്ന് വെച്ചാൽ അപ്പം സാമ്പാറല്ലേ, അതിൻ്റെ കൂടി ഇനി മുളകിൻ്റെ കറി വേണ്ടല്ലേ, അപ്പം ഇനി ഞാൻ വിചാരിച്ചു ഇന്നങ്ങ് തേങ്ങ അരച്ച് വെക്കാമെന്ന്. അതിനകത്തോട്ട് ഞാൻ 2 കരണ്ടി മുളക് പൊടിയാണ് ചേർത്തത്. പിന്നെ ഒരു 1.5 കരണ്ടി മല്ലിപ്പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഉലുവാപ്പൊടിയും. പിന്നെ പുളിയാണ്, ഇന്ന് വാളൻപുളി ചേർത്താണ് കറി വെക്കുന്നത്. എനിക്ക് തേങ്ങാക്കറിക്കകത്ത് വടക്കം പുളി ഇടുന്ന അത്ര ഇഷ്ടമല്ല കേട്ടോ. അത് കാരണം ഞാൻ തേങ്ങാക്കറിക്കകത്തെല്ലാം ഈ വാളൻപുളി പിഴിഞ്ഞ വെള്ളമാണ് ചേർക്കുന്നത് കേട്ടോ. പിന്നെ തക്കാളിയും പച്ചമുളകൂടെ ചേർത്താൽ മതിയല്ലേ, അപ്പം ആവശ്യത്തിന് പുളിയാവും. എനിക്ക് എന്തോ തേങ്ങാക്കറിക്കകത്ത് ഈ വടക്കം പുളി ഇടുന്ന കുടംപുളിയില്ലേ, അതിടുന്നത് എനിക്കിഷ്ടമല്ല. എന്തോ ഒരു ചെവ പോലെ എനിക്ക് തോന്നും. ഓരോരുത്തർക്കുള്ള ഇഷ്ടങ്ങളല്ലേ. അപ്പം അത് കാരണം സാധാരണ ഞാൻ അതിനകത്ത് ചേർക്കാറില്ല. പിന്നെ ഞാൻ എപ്പോഴും തേങ്ങാക്കറിക്ക് ഈ പുളി വെള്ളം തന്നെ ചേർക്കുന്നത് കേട്ടോ. ചിലപ്പോൾ മാങ്ങ ഇടും, അപ്പം പുളി ചേർക്കത്തില്ല, മാങ്ങ മാത്രമേ ഇടത്തുള്ളൂ. തക്കാളി ഇടുന്ന സമയത്ത് പുളിവെള്ളം ചേർക്കും കേട്ടോ. ഇപ്പം എൻ്റെ ഈ മാങ്ങയില്ല, അത് കാരണമാണ് മാങ്ങ ചേർക്കാഞ്ഞത്. പിന്നെ ഞാൻ അയിലയൊക്കെ ഞുറുക്കി എടുത്തിട്ടുണ്ട്. ഇച്ചിരി വലിയ അയിലയാണ്, അത് 2 എണ്ണേ ഉള്ളൂ കേട്ടോ. വലിയ അയില 2 എണ്ണം മതിയല്ലേ, ഇപ്പം അധികം ആളില്ല, ഞങ്ങൾ 4 പേരേ ഉള്ളൂ. ഇപ്പോഴത്തേക്ക് ഉച്ചക്കലത്തേക്ക് മാത്രം മതി ഇതാനും കറി. കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ ഉച്ചയ്ക്ക് മാത്രമേ ചോറ് കഴിക്കത്തുള്ളൂ, അത് കാരണം ഉച്ചക്കലത്തേക്ക് മാത്രം മതി. ഇതിപ്പോൾ കറി അധികം കാണും കേട്ടോ. രാത്രിയിൽ ദോശ തിന്നാനും ഒക്കെ കാണും. സാമ്പാർ പക്ഷേ കുറച്ചേ ഉള്ളൂ കേട്ടോ. രാവിലെ സാമ്പാർ വെച്ച് ഞങ്ങളെ വീട്ടിൽ പെട്ടെന്ന് അങ്ങ് തീരും, എന്താണെന്നറിയത്തില്ല. എൻ്റെ മക്കൾക്ക് ആകെ ഇഷ്ടമുള്ളത് സാമ്പാറാണ്. അല്ല വെജിറ്റബിൾ കറികൾ വെക്കുമ്പോൾ പിന്നെ കുറുമയൊക്കെ വെച്ചാൽ കഴിക്കും, അല്ലാതെ ഈ പിന്നെ വെജിറ്റബിൾ തോരൻ, അവിയൽ അങ്ങനെയുള്ളതൊന്നും അവർക്ക് ഇഷ്ടമല്ല. അവിയൽ വെച്ചാൽ ഒട്ടും കഴിക്കത്തില്ല. പിന്നെ ഞാനെന്തെങ്കിൽ അങ്ങനെ അധികം അതുകൊണ്ട് അവിയൽ വെക്കാറുമില്ല. തോരനാണ് കൂടുതലും വെക്കുന്നത്. തോരനാകുമ്പോൾ ഇച്ചിരിയൊക്കെ തിന്നും, അത് കാരണം പിന്നെ തോരനൊക്കെ വെക്കത്തുള്ളൂ, അവിയൽ അപൂർവമായിട്ടേ വെക്കത്തുള്ളൂ. അങ്ങനെ നമ്മൾ കറിയൊക്കെ കലക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ മുരിങ്ങയ്ക്കയല്ലല്ലേ, കറിവേപ്പില വെച്ചാൻ പോയതാണ്, സോറി കേട്ടോ, കറിവേപ്പില വെച്ചാൻ പോയതാണ് കേട്ടോ. ഇങ്ങനെ ഞാനാണെങ്കിൽ ഒടിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഒടിച്ചെടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒടിച്ച ഭാഗത്തുനിന്ന് 2 തളിർപ്പ് വീതം വരും. അപ്പം അവിടെ ഒരു ഒടി ഇങ്ങനെ ഓരോ മണ്ട ഇങ്ങനെ ഒടിച്ചെടുക്കുമ്പം അത് പൊട്ടിക്കിളിക്കുമ്പം 2 സൈഡിലോട്ടും പൊട്ടിക്കിളിച്ച് വരും കേട്ടോ. അന്നേരം നമുക്ക് ഒത്തിരി അങ്ങ് കറിവേപ്പ് ഒത്തിരി അങ്ങ് പൊങ്ങിപ്പോത്തുമില്ല, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒടിച്ചെടുക്കുകയും ചെയ്യാം. ഇനി ഇത് തീരുമ്പോഴേ ഇനി അടുത്ത കറിവേപ്പില ഒടിച്ചെടുക്കത്തുള്ളൂ കേട്ടോ. ഇതിന് ഞാൻ ഊരി പാട്ടയിലിട്ട് വെക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ കറിയൊക്കെ തിളച്ചിട്ടുണ്ട്, നമുക്ക് മീനൊക്കെ പറക്കിയിട്ട് കൊടുക്കാം കേട്ടോ. മീനൊക്കെ ഇട്ടപ്പോഴത്തേക്ക് കൊച്ചു ചട്ടിയാണേ അത്. എനിക്ക് പിന്നെ ബാക്കി ഇനി 2 ചട്ടിയുള്ളത് വലിയ ചട്ടിയാണേ. അപ്പോൾ നമുക്ക് കുറച്ച് കറിയൊക്കെ എല്ലാം ഉള്ളു, അത് കാരണമാണ് ഞാൻ ഈ ചട്ടിക്കകത്ത് വെച്ചത്. കുഞ്ഞി ചട്ടിയായത് കേട്ടോ. അപ്പോൾ കറി നിറച്ചങ്ങായി ഇപ്പം. പിന്നെ ഇച്ചിരി ഞാൻ കറിവേപ്പിലയും കൂട്ടിയിട്ട് അടച്ചു വെച്ച് ചെറിയ തീയിട്ട് വേവിക്കും കേട്ടോ. അടപ്പ് മൊത്തത്തിൽ അങ്ങ് അടച്ചു വെക്കരുത് കേട്ടോ, അപ്പോൾ ചിലപ്പം തിളച്ച് പൊന്തിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇച്ചിരി ഒന്ന് തുറന്ന് വെക്കും. ഇനി നമുക്കാണെങ്കിൽ കറി നമുക്ക് അപ്പോഴത്തേക്ക് കറിയൊക്കെ ഒരുവിധം തിളച്ചിട്ടുണ്ട് കേട്ടോ. സാമ്പാറിൻ്റെ വിസിലും ഒക്കെ പോയിട്ടുണ്ട്, അത് കാരണം ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമേ. അപ്പോൾ ഞാൻ അടുപ്പ് അങ്ങോട്ട് മാറിയിട്ടുണ്ട്, കൊച്ചു തീയുള്ള അടുപ്പിനകത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സാമ്പാറിനുള്ള കടുക് വറുത്ത് അതിനകത്തോട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ചൂടാക്കി സാമ്പാർ അങ്ങ് ശരിയാക്കാം കേട്ടോ. ഞാനാണെങ്കിൽ വെണ്ടയ്ക്ക ഉണ്ടെങ്കിൽ ഞാൻ കടുക് വറുത്തിട്ട് ഉള്ളിയും മുളകും കറിവേപ്പിലയും എല്ലാം കൂടെ
കടുക് വറുത്തിട്ട് അതിനകത്തോട്ട് വെണ്ടയ്ക്കയും കൂടി ഇട്ട് വഴറ്റിയാണ് എടുക്കുന്നത്. തക്കാളി ഒതിയിട്ട് വഴട്ടും, എന്നിട്ടാണ് ഈ പൊടികൾ ചേർക്കുന്നത്. ഇന്ന് എൻ്റെ ഈ വെണ്ടയ്ക്ക ഇല്ലാത്തത് കൊണ്ട് ഞാൻ കടുക് വറുത്തിട്ട് നേരിട്ട് പൊടി തന്നെ അങ്ങ് ഇടുവാണേ. പൊടിക്കകത്താണെങ്കിൽ 1 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ സാമ്പാർ പൗഡറും ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി അത് ഇത്രയും കൂടെ ഒന്ന് ചൂടാക്കും കേട്ടോ. നമ്മളൊന്ന് ചൂടാക്കി എടുക്കുമ്പോൾ നമ്മുടെ സാമ്പാറിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ പച്ചയ്ക്ക് സാമ്പാറിനകത്തോട്ട് തന്നെ ഈ പൊടികൾ ഇടുകയാണെങ്കിൽ വേറൊരു ടേസ്റ്റാണ്, ഇതിന് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ പണ്ടൊക്കെ ഉള്ളവർ അങ്ങനെ തന്നെ ആയിരുന്നു സാമ്പാർ വെച്ചിരുന്നത്. ഞങ്ങൾ അമ്മയൊക്കെ പണ്ട് വെക്കുന്നത് സാമ്പാറിൻ്റെ കഷ്ണങ്ങളിനകത്തോട്ട് നേരിട്ടങ്ങ് സാമ്പാർ പൊടികളൊക്കെ ചേർക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഞാൻ പുളിയൊക്കെ ചേർത്തിട്ടുണ്ട്, കായപ്പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ് നേരത്തെ ഞാൻ വെജിറ്റബിൾ വേവിക്കാൻ വെച്ചപ്പോഴേ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നേ. അത് കാരണം പിന്നെ ഇനി ഉപ്പൊക്കെ നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ കൂടിപ്പോയാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കുറഞ്ഞു പോയാൽ നമുക്ക് ഇച്ചിരി കൂടെ ഒക്കെ ചേർക്കെങ്കിലും ചെയ്യാം. അത് കാരണം ഞാൻ എപ്പോഴും ഉപ്പ് ഒരു പിടിച്ചേ ഇടത്തുള്ളൂ. അഥവാ അങ്ങാണ് ഉപ്പ് കൂടിപ്പോയാൽ എന്തോ ചെയ്യും, പിന്നെ അത് തിന്നാൻ കൊള്ളാതായി പോകത്തില്ലേ. ഇപ്പോഴത്തേക്ക് നമ്മുടെ അരിയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി അരിയൊക്കെ ഒന്ന് അടച്ചിട്ടിട്ട് എനിക്കാണെങ്കിൽ ഈ പാത്രം കണ്ടോ, നമുക്ക് അരി അടച്ചിടാൻ ഭയങ്കര എളുപ്പമാണ് അതിനകത്തിട്ട് കേട്ടോ. അപ്പോഴത്തേക്ക് സാമ്പാറൊക്കെ തിളച്ചിട്ടുണ്ട്. ഞാൻ ഉപ്പൊക്കെ നോക്കുവാണേ. പിന്നെ ആണെങ്കിൽ നമ്മുടെ അച്ചിങ്ങ മെഴുക്കുവരട്ടിയതേ അതൊക്കെ ഞാനാണെങ്കിൽ എല്ലാം അങ്ങ് വേറെ പാത്രത്തിനകത്തോട്ടാക്കും. ഈ സാമ്പാറും പിന്നെ മീൻകറി അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ അതിനകത്ത് തന്നെ വെച്ചേക്കത്തുള്ളൂ കേട്ടോ. തോരൻ, വറുത്ത മീൻ ഉണ്ടാക്കുന്നത് അതെല്ലാം ഞാനങ്ങ് കൊച്ചു പാത്രത്തിനകത്തോട്ടാക്കിയിട്ട് ഈ പാത്രങ്ങളെല്ലാം ഒഴിഞ്ഞങ്ങ് കഴുകും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ആണെങ്കിൽ വൈകിട്ട് നമുക്ക് പാത്രം കഴുകും, ഒരുപാട് പാത്രം കാണും കേട്ടോ. അത് കാരണമാണേ. ഇനി ഞാനാണെങ്കിലേ മീൻകറിക്ക് ഇച്ചിരി കടുക് വറുത്തിടുവാണേ. സാധാരണ ഞാൻ അങ്ങനെ കടുക് വറുത്തിടാറില്ല, മീൻകറിക്ക് കടുക് വറുക്കാറില്ല ഞങ്ങളെ വീട്ടിലങ്ങനെ. കാര്യം എന്ന് വെച്ചാൽ കൊളസ്ട്രോളൊക്കെ വന്നാലോ എന്ന് പേടിച്ചിട്ടാണേ. ഇന്നിപ്പോൾ ആണെങ്കിൽ എനിക്കൊരു ഇപ്പം വീഡിയോ ഒക്കെ എടുക്കുന്നതല്ലേ, ഒരു ഇച്ചിരി കടുകൊക്കെ വറുത്തൊന്ന് ഇട്ട് കളയാം എന്നുള്ള വിചാരം അങ്ങനെ ഇട്ടതാണ് കേട്ടോ. അല്ലാതെ ഞാൻ സ്ഥിരമായിട്ടൊന്നും മീൻകറിക്കൊന്നും കടുക് വറുത്തൊന്നും ഇടാറില്ല കേട്ടോ. പിന്നെ ആ ചട്ടിക്കകത്ത് തന്നെ ഞാനങ്ങ് മീൻ വറുക്കാനും വെച്ചേ. അപ്പോഴത്തേക്ക് എൻ്റെ പാത്രങ്ങളൊക്കെ കുറേയൊക്കെ കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഈ മീനിൻ്റെ ഒഴിഞ്ഞ പാത്രങ്ങളുണ്ടല്ലേ, മീനൊക്കെ ഇട്ട് വെച്ചിരുന്ന അതെല്ലാം അങ്ങ് കഴുകി മാറ്റുവാണേ. നമ്മൾ അന്നേരം ഉള്ളത് അന്നേരം തന്നെ കഴുകി മാറ്റിയാലേ നമ്മുടെ പരിപാറ്റങ്ങളെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മുടെ പാത്രങ്ങളും കഴുകിത്തരും കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇവിടെയൊക്കെ അങ്ങ് തുടയ്ക്കുകയും കൂടെ ചെയ്യണം കേട്ടോ. ഒഴിഞ്ഞൊഴിഞ്ഞ് കിടക്കുന്നിടത്തെല്ലാം നമ്മളങ്ങ് പാത്രങ്ങളൊക്കെ മാറ്റി അങ്ങ് തുടയ്ക്കണം കേട്ടോ. ഇന്ന് പിന്നെ ദോശയാണേ. ഇവിടെ ആണെങ്കിൽ സാമ്പാറിനാകുമ്പം ഇങ്ങനെ പരത്തി ചുടുന്ന ദോശയാണ് ഇഷ്ടം കേട്ടോ. നെയ്യ് റോസ്റ്റ് പോലെ എന്ന് വെച്ചാൽ നെയ്യൊക്കെ ചേർത്ത്, വീട്ടിൽ ഉണ്ടാക്കുന്ന നെയ്യാണ് കേട്ടോ. നെയ്യൊക്കെ ചേർത്താണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ ചേട്ടന് ചുടുവാണ്. മറ്റേ മക്കളൊക്കെ ആണെങ്കിൽ താമസിച്ചല്ലേ എണീറ്റത്, അത് കാരണം അവർക്ക് പെയ്യനെ മതി, അച്ഛൻ പോയിട്ട് മതി എന്ന് പറഞ്ഞ കാരണം അവർക്കൊക്കെ സാവധാനം ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ കാപ്പിയൊക്കെ കൊടുത്ത് എല്ലാവർക്കും ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇന്നലെ ആണെങ്കിലേ കുറച്ച് വെളുത്തുള്ളി വെച്ചിട്ടുണ്ടായിരുന്നേ, അതൊക്കെ ആണെങ്കിൽ ഞാൻ ഇളക്കി ഇടുവാണേ. ഇങ്ങനെ ഇളക്കി ഇട്ട് വെച്ചിരുന്നാലേ പെട്ടെന്ന് ചീത്തയാകത്തില്ല, അല്ലെങ്കിൽ അതിനകത്തൊരു കറുപ്പ് പോലെ ഇങ്ങനെ വരും കേട്ടോ. പിന്നെ എനിക്ക് എൻ്റെ ഇടിച്ച് വെച്ചിരുന്ന മുളകൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇച്ചിരി വെയിലത്ത് വെച്ച് ഒന്ന് ചൂടാക്കിയിട്ടൊന്ന് പൊടിച്ചൊക്കെ വെക്കാനാണേ. പിന്നെ അന്നേരം ഇപ്പോൾ നല്ല വെയിലല്ലേ, ഇനി ഒന്ന് ചൂടാക്കിയൊന്നും വേണ്ടല്ലേ അന്നേരം. അപ്പോൾ എൻ്റെ കുരുമുളക് പൊടിയും തീർന്നിട്ടുണ്ട്, ഇടിച്ച മുളകും തീർന്നിട്ടുണ്ട്, ചില്ലി ഫ്ലേക്സേ അതും തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഞാനങ്ങ് വെയിലത്ത് കൊണ്ട് വെക്കാടെ. അപ്പോൾ പണിയൊക്കെ തീർന്ന് വരുമ്പോഴത്തേക്ക് അതും കൂടെ അങ്ങ് പൊടിച്ച് വെക്കാമല്ലേ. ഇതിന് ഞാൻ ഇപ്പോഴൊന്നും ഇനി ഉച്ചയ്ക്കൊന്നും പൊടിക്കത്തില്ല കേട്ടോ. ഇനിയിപ്പോൾ വെയിൽ വരുമ്പോൾ ചായ കുടിയൊക്കെ ആകത്തില്ലേ, ആ സമയത്ത് ഞാൻ ഇതൊക്കെ പൊടിച്ചെടുക്കത്തുള്ളൂ കേട്ടോ. ഇനിയാണെങ്കിൽ എനിക്കിന്ന് അടിച്ചു വാരി തൂക്കും തുടവയ്ക്കലും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചിലന്തി വലയൊക്കെ ഒന്ന് തട്ടി, എപ്പോഴും ഒരു മാസത്തിൽ 2 പ്രാവശ്യമൊക്കെ ഞാൻ ചിലന്തി വലയൊക്കെ തട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങ് തുടച്ച് വൃത്തിയാക്കി അങ്ങ് എടുക്കും. ഞാനാണെങ്കിൽ 3 ദിവസം കൂടുമ്പോൾ തുടയ്ക്കും, പക്ഷേ ചിലന്തി വലയൊക്കെ വല്ലപ്പോഴേ തട്ടത്തുള്ളൂ കേട്ടോ. ഇന്ന് അങ്ങനെ പിന്നെ ഞാൻ ചിലന്തി വലയൊക്കെ അങ്ങ് തട്ടി പെരയൊക്കെ തൂത്ത് വൃത്തിയാക്കി ഇനി ഒന്ന് തുടച്ചിടണം. തുടച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഇപ്പം തന്നെ ഒരു 11:30 ആയിട്ടുണ്ട് കേട്ടോ. ഇത് തുടച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് എൻ്റെ പണിയൊക്കെ ഒരുവിധം തീരും കേട്ടോ.
അങ്ങനെ ഞാൻ ഒന്ന് പെട്ടെന്നൊരു തുടപ്പൊക്കെ അങ്ങ് തുടച്ചേ. ഈ ചിലന്തി വല അടിച്ചു കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് തുടയ്ക്കണം, അല്ലെങ്കിൽ അങ്ങ് ഭയങ്കര അഴുക്കെല്ലാം അവിടെ ഇവിടെ നമ്മൾ ഉണങ്ങി കഴിയുമ്പോഴേ അഴുക്കൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കണക്ക് തോന്നും. അത് കാരണം ഞാൻ 2 വെള്ളത്തിൽ തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. സാധാരണ ഞാൻ തുടയ്ക്കുമ്പം ഒരു വെള്ളത്തിൽ മാത്രമേ തുടയ്ക്കത്തുള്ളൂ. നമ്മൾ 3 ദിവസം കൂടുമ്പോൾ തുടയ്ക്കുന്നതല്ലേ, അതുകൊണ്ട് വലിയ അഴുക്ക് കാണത്തില്ല. ഇത് ഇപ്പം ചിലന്തി വലയൊക്കെ തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 2 വെള്ളത്തിൽ തുടച്ചേ പറ്റത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് അഴുക്കിങ്ങനെ വെള്ള ടൈലും കൂടാണേ, അപ്പോഴിങ്ങനെ അഴുക്കിരിക്കുന്ന കണക്ക് തോന്നും. എല്ലാ ജോലിയും കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇനി ഒരു നാരങ്ങ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് കുടിക്കട്ടെ. ഭയങ്കര ക്ഷീണമാണ്, അത് ചൂടല്ലേ. ഞാനെന്തെങ്കിലും നാരങ്ങ വെള്ളമേ ഉപ്പിട്ടേ കുടിക്കത്തുള്ളൂ കേട്ടോ, പഞ്ചസാര ഇട്ട് കുടിക്കത്തില്ല. പഞ്ചസാര ശരീരത്തിന് ദോഷമാണെന്നല്ലേ പറയുന്നത്, അത് കാരണം ഞാൻ പഞ്ചസാര ഇട്ട് കുടിക്കത്തില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നാരങ്ങ വെള്ളമൊക്കെ ഉപ്പിട്ട് തന്നെ കുടിക്കണേ, പഞ്ചസാര കഴിവതും ഒഴിവാക്കണം കേട്ടോ. ഇനി എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞ് ഇപ്പം ഇനി ഒരു നാരങ്ങ വെള്ളമോടൊക്കെ കുടിച്ചിട്ട് ഞാൻ ഇച്ചിരി നേരം ഒന്ന് വിശ്രമിക്കട്ടെ. വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്, എന്നാലും ഇച്ചിരി നേരം വിശ്രമിച്ചതിന് ശേഷമേ ചെയ്യത്തുള്ളേ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും പിന്നെ ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പം ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.